വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 2. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ആരുടെ സ്മരണ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോസിയ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു എന്ത് അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ഥലം. ക്വസ്റ്റ്യൻ നമ്പർ 4. ജസ്സയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 5. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ ഡാഷ്. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൈകിയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഗിലെയാദ്കാരനായ ജെഫ്ത എങ്ങനെയുള്ള സേനാനിയായിരുന്നു? പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശക്തനായ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ ആരായി നിയമിക്കുകയുമാണ് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭയുടെ തലവനായി. ക്വസ്റ്റ്യൻ നമ്പർ 9. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10. കുറ്റവാളികളായ എത്ര പേരെ കൂടെ യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 11. മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ജോനാഥാനും ആരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന് പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 12. ജഫ്ത തന്റെ വീട്ടിലേക്ക് വന്നു. അതാ അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവന്റെ ഡാഷ് ആയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഏക സന്താനമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി.
ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് എന്തായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവകാശമായി. ക്വസ്റ്റ്യൻ നമ്പർ 15. മരണമേ നിന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രവാചകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആര് ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 17. ഏലോന്റെ സ്വദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സെബുലൂൺ. ക്വസ്റ്റ്യൻ നമ്പർ 18. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ ഡാഷ് എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂടിക്കളയുക. ക്വസ്റ്റ്യൻ നമ്പർ 19. ദേവാലയത്തിലെ എന്താണ് നടുവേ കീറിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരശീല. ക്വസ്റ്റ്യൻ നമ്പർ 20. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം? അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്? പ്രവാചകൻ 42 അധ്യായം 22 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. അവിടുത്തെ എന്തിൻ്റെ സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 22. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രവാചകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 23. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയുള്ള ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കരിഞ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 24. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 25. കടംകഥയുടെ ഉത്തരം എത്രാം ദിവസമാണ് പട്ടണവാസികൾ സാംസനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 26. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ആരെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 27. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിനെ ഡാഷ് എന്ന പേര് കിട്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എൻഹക്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 28. ദൈവത്തെ ഡാഷ് മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ.
ക്വസ്റ്റ്യൻ നമ്പർ 29. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 30. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 31. ആരവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വൃദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫിനെഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33. ആരുടെയൊക്കെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പ്രവാചകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12 ഗോത്രങ്ങൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ഡാഷ് ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂദായിലെ. ക്വസ്റ്റ്യൻ നമ്പർ 36. കാഴ്ച ലഭിച്ച കുരുടൻ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനനെ നീ തന്ന എന്ത് 10 കോടി നേടിയിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 38. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഡാഷ് മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗലീലി. ക്വസ്റ്റ്യൻ നമ്പർ 39. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു എന്തെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 40. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രകലയെ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷെ അവൻ വേശ്യാപുത്രനായിരുന്നു. ആരായിരുന്നു അവൻ്റെ പിതാവ്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 42. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അനുസ്മരിപ്പിക്കാൻ കരവിരുതോടെ പിരിച്ചെടുത്തത് ഏത് നൂലുകൊണ്ടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കടും ചെമപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 44.
പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ എവിടെ സമ്മേളിക്കുന്നു. പ്രവാചകൻ 40 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സങ്കേതങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. അവൻ കൈകൾ വെച്ച് ഡാഷ് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവനെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹിക്കേണ്ടതിന്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ എന്ത് കഴിച്ചു? സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലി. ക്വസ്റ്റ്യൻ നമ്പർ 47. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ എന്തിൻ്റെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 48. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആരൊരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പീലാത്തോസ്. ക്വസ്റ്റ്യൻ നമ്പർ 49. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുന്ന് ചോദിച്ചു. കർത്താവിൻ്റെ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചെല്ലുക എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ എന്നനുഭവിക്കുന്നത്. പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിന്ദ. ആരിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനവകുലത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 53. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ഡാഷ് സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. ദൈവം ലോഹയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം ഡാഷ്. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുറപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 55. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18 അധ്യായം 8 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 56. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 57. എഫേസോസ് 3 അധ്യായം 7 വാക്യം പ്രകാരം ദൈവത്തിൻ്റെ എന്തിനാലാണ് താൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ആയി എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൃപാവരത്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും
അമോര്യർക്കും ഇടയ്ക്ക് ന്യായവിധി നടത്തട്ടെ. ഈ സന്ദേശം ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 59. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 60. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം ഡാഷ് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വളഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 61. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇസ്രായേൽക്കാർ ഡാഷിൽ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 63. ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്തിനെ ഭയപ്പെടേണ്ട? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 65. സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന് മുൻപിലുള്ള എവിടേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 66. ഫിലിസ്ത്യർ ചെന്ന് അവളെയും ആരെയും അഗ്നിക്കിരയാക്കി. ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 67. മനോവയുടെ പ്രാർത്ഥന ഡാഷ് കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 68. അക്കാലത്താണ് ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമോന്യർ. ക്വസ്റ്റ്യൻ നമ്പർ 69. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 70. പരദൂഷണം ആവർത്തിക്കുന്നതിനും രഹസ്യം വെളിപ്പെടുത്തുന്നതിനും എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലജ്ജിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 71. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവനോട് സംസാരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 72. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്ത് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 73. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ഡാഷ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടത.
ക്വസ്റ്റ്യൻ നമ്പർ 74. കർത്താവിൻ്റെ ആര് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം ആരും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പോസ്തലന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 76. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 77. കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക, ഇവയൊന്നിലും നീ എന്ത് ചെയ്യേണ്ട. പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലജ്ജിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 78. ആരായ മറ്റു 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുറ്റവാളികളായ. ക്വസ്റ്റ്യൻ നമ്പർ 79. സാംസൺ പാതിര വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള എവിടേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 80. ആ യുവാവ് അവൻ ആരെ പോലെയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രനെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 81. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് എന്ത് ചെയ്തു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യുദ്ധം. ക്വസ്റ്റ്യൻ നമ്പർ 82. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ആരിലാണ് തിരഞ്ഞെടുത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ആരാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വന്ധ്യ. ക്വസ്റ്റ്യൻ നമ്പർ 84. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 85. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറിവ്. ക്വസ്റ്റ്യൻ നമ്പർ 86. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു അവൻ്റെ നേരെ അലറി വന്നു. ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 87. ജനം നോക്കി നിന്നു, പ്രമാണികളാകട്ടെ അവനെ ഡാഷ് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിഹസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 88. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ എന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കച്ചവടം. ക്വസ്റ്റ്യൻ നമ്പർ 89.
അഹ്റോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 90. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലൂക്ക 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 92. ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ഡാഷ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോബ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 94. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 95. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്? പ്രവാചകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഞാൻ ആഴ്ചയിൽ ഡാഷ് ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 100. യൂദായിലെ ബെത്ലഹേമിൽ വന്ന് പാർത്ത യുവാവ് ഏത് വംശജൻ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദാ വംശജൻ. നന്ദി.